നിങ്ങളുടെ നാളെ നാം ചർച്ച ചെയ്യുന്നത് 2025 നവംബർ മാസം 4-ാം തീയതി, അതായത് 1201 തുലാമാസം 18-ാം തീയതി മംഗളവാരം അഥവാ ചൊവ്വാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നാളെ ചൊവ്വാഴ്ച കാലത്ത് സൂര്യോദയം 6:20 അസമയം വൈകിട്ട് 5:58 നാളത്തെ ചൊവ്വാഴ്ചത്തെ രാഹുകാലം ഉച്ചയ്ക്ക് 3 മുതൽ 4:30 വരെയുള്ള സമയമാകുന്നു. ശുഭകാര്യങ്ങളൊന്നും തന്നെ നാം രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം, നാളെ ചൊവ്വാഴ്ച മംഗളവാരമൊക്കെ തന്നെയാണ്. എങ്കിലും പരമാവധി ചൊവ്വ എന്ന ഗ്രഹത്തെയും അതിനാൽ ചൊവ്വാഴ്ചയെയും വളരെ ഭയമാണ്, ഭയത്തോടുകൂടി കാണുന്നു. അതിനാൽ ചൊവ്വാഴ്ച ഒരു ജ്യോതിഷികളും നല്ല മുഹൂർത്തങ്ങളൊന്നും കൊടുക്കാറില്ല. പക്ഷേ പലപ്പോഴും ചൊവ്വ ഭൂമിപരമായ വിഷയങ്ങൾ, ചില വ്യാപാരങ്ങൾ, ഇൻഡസ്ട്രിയിലുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾക്കൊക്കെ തന്നെ ചൊവ്വ നല്ല മംഗളങ്ങൾ ചെയ്തു വന്ന് കാണാറുണ്ട്. നാളത്തെ നക്ഷത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരറിയണം, നാളെ നക്ഷത്രം രേവതി നക്ഷത്രമാകുന്നു. രേവതി ശുഭനക്ഷത്രമാണ്, ഉത്തരത്രയത്തിൽപ്പെടുന്നു രേവതി നക്ഷത്രം. പക്ഷേ ഈ രേവതി നക്ഷത്രത്തിന് കുഴപ്പമുണ്ട്, വാങ്ങാനും കൊടുക്കാനും പറ്റിയ നക്ഷത്രമല്ല രേവതി. അങ്ങനെയുള്ള 6 നക്ഷത്രങ്ങളുണ്ട് ജ്യോതിശാസ്ത്രത്തിൽ. എന്തൊക്കെയാണത്? കൃത്രിമ, ഭാഗ്യം, മൂലാശ്ച, മക, ചിത്രാച്ച, രേവതി. കൃത്രിക, കാർത്തിക. ഭാഗ്യം എന്നാൽ ഉത്രം, മൂലം, മകം, ചിത്ര, രേവതി. ഈ നക്ഷത്രങ്ങളെല്ലാം തന്നെ ആദാതവ്യം ന ദാതവ്യം, വാങ്ങരുത് കൊടുക്കരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തശേഷം വിനശ്യതി, അതിൻ്റെ ബാക്കി പോലും നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുന്നു. നാളത്തെ നക്ഷത്രം അതിനാൽ വാങ്ങൽ കൊടുക്കൽ പ്രക്രിയക്ക് നല്ലതല്ല. നാളത്തെ ദിനം ചൊവ്വാഴ്ചയാണ്. അതിനുമപ്പുറം നാളെ മനസ്സിലാക്കേണ്ടുന്ന തിഥി, നാളെ എന്ത് തിഥിയാണ്? നാളെ ചതുർദശി തിഥിയാണ്. ചന്ദ്രൻ നാളെ കഴിഞ്ഞാൽ പൗർണമിയിലേക്ക് കയറുകയാണ്. ഈ ചതുർദശി തിഥി വെളുത്തപക്ഷത്തിലേതായാലും കറുത്തപക്ഷത്തിലേതായാലും നാം രിക്താതിഥിയാണ്, ഒഴിഞ്ഞ തിഥിയാണ്. പഞ്ചാംഗത്തിൽ ആദ്യം നാം ചിന്തിക്കുന്നത് തിഥിയെ പറ്റിയാണ്. ഭൂരിസ്ത്രീ വിഭവ തിഥി ശ്രവണത. തിഥിയിലൂടെ ധാരാളം വിഭവങ്ങളുണ്ടാകും. അതിനാൽ തിഥി രിക്ത, ഒഴിഞ്ഞ തിഥിയാകയാൽ ഒരു ഗുണവും ഉണ്ടാകില്ല. അതിനാൽ നക്ഷത്രം നാളെ വാങ്ങാനും കൊടുക്കാനും അനുകൂലമായ നക്ഷത്രമല്ല. നാളത്തെ തിഥി ചതുർദശി തിഥിയാണ്, നാളെ ചൊവ്വാഴ്ചയാണ്. ഇത് 3 കൊണ്ടും, ഈ 3 ന്യൂനതകൾ കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നാളത്തെ ദിനം വാങ്ങൽ കൊടുക്കൽക്കൊന്നും അല്ലെങ്കിൽ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കും നിങ്ങൾക്ക് ധനപരമായ ശ്രേയസ് ഉണ്ടാക്കുന്ന വിഷയങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതാണ് നല്ലത്. നാളെ കഴിഞ്ഞാൽ വളരെ അനുകൂലമാണ്. പൗർണമിയാണ് പ്രിയമുള്ള പ്രേക്ഷകരെ. അതിനാൽ നാളെ ഒരു വിഷയത്തിലേക്കും ഇടപെടാതിരിക്കുക. ഭൂമിപരമായ വിഷയങ്ങൾക്ക് വരാഹമൂർത്തി ബുധനെ കൊണ്ടാണ് ചിന്തിക്കുക, നരസിംഹസ്വാമി ബുധനെ കൊണ്ടാണ് ചിന്തിക്കുക. നാളെ ചൊവ്വാഴ്ചയാണ്. അതിനാൽ ഭൂമി വിഷയത്തിലുള്ള ശ്രേയസ്സിനായിക്കൊണ്ട് വരാഹമൂർത്തി ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ഓം വരാഹമൂർത്തയേ നമഃ എന്ന പ്രാർത്ഥനയോടുകൂടി വരാഹമൂർത്തി ക്ഷേത്രത്തിൽ പോയി അവിടെ ഭൂമി പൂജ ചെയ്യുക, മണ്ണ് കൊണ്ടുപോയി അവിടെ പൂജിക്കുക. നാളത്തെ ദിനം ഈ വക പരിഹാരങ്ങളൊക്കെ ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അനുകൂലമായി നാളത്തെ ദിനത്തെ നന്നാക്കിയെടുക്കുക. നന്ദി, നമസ്കാരം.